ഹല്ലേലൂയ. സന്തോഷമുള്ളവർ നല്ല കർത്താവിനെ കരങ്ങളെ ഉയർത്തി നന്ദിയോടെ ഒന്ന് സ്തുതിച്ചാട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ആമേൻ. ഇന്ന് പകലെല്ലാം നല്ല കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ആമേൻ. എല്ലാവരും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു. ഇന്ന് പകലിൽ വളരെയധികം ആത്മീക സന്തോഷമുണ്ട്. ആമേൻ. സന്തോഷം വന്നതിൻ്റെ കാരണം ആമേൻ ആമേൻ മനസ്സിലായവർക്കായി ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്നേഹം അറിയുന്നവർക്ക് ആമേൻ എവിടെ ഇരുന്നാലും പ്രാർത്ഥന അനുഗ്രഹമാണ്. ആമേൻ. ഒരുമിച്ച് കൂടുന്നത് അത് വളരെ അനുഗ്രഹമാണ്. പക്ഷേ ആമേൻ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്നത് വലിയ ബ്ലെസ്സിങ് ആണ്. പക്ഷേ ആമേൻ ലൈവിലൂടെ കേൾക്കുന്നത് അനുഗ്രഹമാണ്. യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ആമേൻ മീറ്റിംഗ് ശ്രവിക്കുന്നതൊക്കെ വളരെ അനുഗ്രഹമാണ്. പക്ഷേ എല്ലാത്തിനേക്കാൾ ഉപരി നമ്മൾ ഈ ഹാളിനകത്ത് ഒരുമിച്ചിരുന്ന് ആരാധിക്കുമ്പോൾ അത് ഭയങ്കര പവർഫുള്ളാണ്. പ്രൈസലോ. ആമേൻ. നമ്മൾ ഒരുമിച്ചിരുന്ന് സ്തുതിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നു പിശാചിൻ്റെ കോട്ടക്കൊത്തളങ്ങൾ തകരും. പ്രൈസലോ. ആമേൻ. ദിവസങ്ങളിൽ ദൈവമക്കൾ കാണിക്കുന്ന നല്ല കൂട്ടായ്മയ്ക്കായി ആമേൻ നല്ല സ്നേഹത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ബന്ധിക്കപ്പെട്ടായിരിക്കുന്ന നാം ബന്ധനങ്ങളിൽ നിന്ന് പുറത്തു വന്നാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രൈസലോ. ആമേൻ. വീണ്ടും ആ അടിമനുഖത്തിൽ കുടുങ്ങിപ്പോകാതിരിപ്പാൻ വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. പലപ്പോഴും പിശാചിൻ്റെ പദ്ധതി നമ്മൾ പുറത്തു വരുമ്പോൾ വരാതിരിക്കുവാൻ പിശാച് തന്ത്രങ്ങളെ മെനയും. പ്രൈസ് ലോർഡ്. നമ്മുടെ ഹൃദയങ്ങളെ മടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളെ മരവിപ്പിക്കും. ഇനി നീ പുറത്തു വരരുത്. അപ്പോൾ തിരിച്ചറിയുക, പിശാച് ആമേൻ നമ്മളോടൊപ്പം കൂടെയുണ്ട്. അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ആമേൻ പിശാച് ഇങ്ങനെ ശ്രദ്ധ വെച്ച് നടക്കുക. പ്രൈസ് ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രത്യേകം ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിൽ ആമേൻ ഞങ്ങളുടെ മെസ്സേജുകൾ വീക്ഷിക്കുന്നവർ നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുക. ഫേസ്ബുക്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കമൻറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആമേൻ ഞങ്ങൾക്ക് വായിക്കാൻ എളുപ്പം നിങ്ങൾ പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കിലേക്ക് കയറി ആമേൻ നിങ്ങൾ യൂട്യൂബ് ചാനലിൽ നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആമേൻ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ലൈവായി തന്നെ പ്രാർത്ഥിക്കുവാനിടയായി തീരും. 12:30 മണി കഴിയുമ്പോൾ പാസ്റ്റർ മുൻപോട്ട് കടന്നു വന്ന് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ലീഡ് ചെയ്യുന്നതായിരിക്കും. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇന്ന് പകലിലും പ്രാപിക്കുവാൻ ആഗ്രഹത്തോടെ എത്ര പേർ കടന്നു വന്നിട്ടുണ്ട്? കർത്താവ് എന്നെ ഇന്ന് പകൽ നിറയ്ക്കണമേ. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ആമേൻ ഇതിനകത്തായിരുന്ന ഒത്തിരി പേരോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ആമേൻ. ഞാൻ നിശ്ചയമായും വിശ്വസിക്കുന്നു ഏറ്റെടുത്തവരെക്കാൾ ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. കാരണം ആമേൻ ദൈവത്തിൻ്റെ ആലോചനകൾ പറഞ്ഞ് ആമേൻ വെറുതെ വിടുന്നൊരു വ്യക്തിയല്ല ഞങ്ങൾ. കാരണം അത് ഏറ്റെടുത്ത് ഞങ്ങളും പ്രാർത്ഥിക്കും. കാരണം ഞങ്ങൾ ദൈവത്തിൻ്റെ ആലോചന പറഞ്ഞു, അത് അവരുടെ ജീവിതത്തിനകത്ത് പ്രാവർത്തികമാക്കി കാണേണ്ടത് ഞങ്ങളുടെയും കൂടെ ഉത്തരവാദിത്തമാണ്. പ്രൈസ് ലോർഡ്. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ കർത്താവ് എല്ലാ ദൈവമക്കളെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലും ഇങ്ങനെ ഒരു അവസരം ആമേൻ നിൽക്കുവാൻ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ആമേൻ. നമ്മുടെ ചുറ്റുപാടുകളൊക്കെ നോക്കിയാൽ ആമേൻ എന്നെപ്പോലുള്ള ഒത്തിരി പേർ ആമേൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, ഒത്തിരി കഴിവുകളും യോഗ്യതകളും ആമേൻ ഒത്തിരി സ്ഥാനമാനങ്ങളുമുള്ള ഒത്തിരി പേർ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ആമേൻ ഏഴയും ആമേൻ പുഴുവുമായി എന്നെ ആമേൻ കർത്താവ് വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിലനിർത്തി. എന്തെങ്കിലും കഴിവോ യോഗ്യതയോ ഉണ്ടായിരുന്നിട്ടല്ല. ആമേൻ ദൈവത്തിൻ്റെ കൃപ, ദൈവം തന്നതല്ലാതൊന്നും ആമേൻ നമ്മുടെ ജീവിതത്തിനകത്ത് അതെത്ര പേർ വിശ്വസിക്കുന്നു? സ്വന്തം കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ എന്തെങ്കിലും നേടിയെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലുമില്ല. ആമേൻ. ആ നേടിയതെല്ലാം ഒരു താൽക്കാലികമാണ്. പക്ഷേ ആമേൻ എന്നേക്കുമായി നിലനിർത്തുവാൻ തരുന്ന ദൈവത്തിൻ്റെ കൃപയുണ്ട്. അതൊരിക്കലും വറ്റിപ്പോകത്തില്ല. അതൊരിക്കലും ആമേൻ ഹല്ലേലൂയ പരാജയപ്പെട്ടു പോകത്തില്ല. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിലും ആ നല്ല കർത്താവിനെ സ്തുതിച്ചുകൊണ്ടും മഹത്വപ്പെടുത്തിക്കൊണ്ടും ദൈവപാദപീഠത്തിലായിരിക്കട്ടെ. ആമേൻ. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പകലിലും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. യോബിൻ്റെ പുസ്തകം ആമേൻ 11-ാം അധ്യായം അതിൻ്റെ ആമേൻ 16-ാമത്തെ വാക്യം. പ്രൈസ് ലോർഡ്. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. പ്രൈസ് ലോർഡ്. അതെ, നീ കഷ്ടത മറക്കും, ഒഴുകിപ്പോയ വെള്ളം പോലെ അതിനെ ഓർക്കും. ഇന്ന് പകലിലും ആമേൻ എന്നോട് പരിശുദ്ധാത്മാവ് ആമേൻ സംസാരിക്കുന്ന ദൂതിത ആമേൻ ചിലതിനെ ആമേൻ ദൈവം മറക്കുന്നതിന് കാരണമാക്കി തീർക്കും. ആമേൻ. ചിലപ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞ വാക്കായിരിക്കാം, ചിലപ്പോൾ പിശാച് നിങ്ങളോട് പറഞ്ഞ വാക്ക്
വാക്കായിരിക്കാം. ആമേൻ, നീ ഉയരത്തില്ല, നീ അനുഗ്രഹം പ്രാപിക്കത്തില്ല, നിന്റെ കുടുംബം രക്ഷപ്പെടത്തില്ല, നിന്റെ തലമുറ രക്ഷപ്പെടത്തില്ല, നിന്റെ ജീവിതത്തിനകത്ത് പരാജയമെന്ന് പറയുന്ന ആമേൻ ആമേൻ ആ വാക്കുകളെ നീ ഇന്ന് പകലിൽ മറക്കുവാൻ പോകുന്നു. ഇന്ന് പകൽ എത്ര പേര് പറയുന്നു, ആമേൻ, വിശ്വസിക്കുന്നു, ആമേൻ, എന്നോട് ലോകം പറഞ്ഞ ആ ശാപത്തിന്റെ വാക്കുകളെ ഞാൻ മറക്കുവാൻ പോകുന്നു. ആമേൻ, ചിലതൊക്കെ ആമേൻ മറക്കുവാൻ തയ്യാറാകാത്തത് കൊണ്ടാ ചിലതൊക്കെ നമ്മുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നത്. ആമേൻ, ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നീ ചിലത് മറക്കുമ്പോൾ ദൈവം നിന്നെ ഓർക്കുന്നതിന് കാരണമായി തീരും. മനുഷ്യൻ പറഞ്ഞതിനെ നീ മറക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുവാനിട. എന്തിനാ ഞാനത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ പറയുന്ന വാക്ക് എപ്പോഴും നിങ്ങളുടെ എവിടെ ഇരിക്കും? ഹൃദയത്തിനകത്തിരിക്കും. ആമേൻ, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നീ ഒരു അടി തന്നാൽ ഞാൻ മറക്കും, പക്ഷെ നീ പറഞ്ഞ വാക്കിനെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, ചിലരുടെ വിടുതലിന് തടസ്സം ചില ആമേൻ ഓർത്തു വെക്കുന്ന ചില വിഷയങ്ങളാണ്. ഇന്ന് പകൽ അതിനെ നീ എവിടെ മറക്കുവാൻ തയ്യാറാണോ, നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. പലർക്കും അറിയത്തില്ല നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ടെന്ന്. ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നു, ആമേൻ, നോഹയെയും തൻ്റെ കുടുംബത്തെയും അതിലുള്ള പക്ഷിപ്പറവകളെയും മൃഗസമ്പത്തുകളെയും സകലത്തിനെയും ആരോർത്തു? ദൈവമോർത്തു. ആമേൻ, പെട്ടകം പണിയുവാൻ പറഞ്ഞത് കർത്താവാ. ആമേൻ, പെട്ടകം അടച്ചത് കർത്താവാ. ആമേൻ ആമേൻ, വെള്ളപ്പൊക്കം കൊണ്ടുവന്നത് കർത്താവാ, മഴ പെയ്ച്ചത് കർത്താവാ. ആ കർത്താവ് ഓർക്കാതിരിക്കുവോ? ഇന്ന് പകലിൽ എന്നെ കർത്താവ് ഓർക്കുന്നില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ആ ചിന്തയെ മാറ്റിവെക്ക്. നിന്റെ ഏത് സാഹചര്യത്തിന്റെ നടുവിലും നിന്നെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ചിലത് നമ്മൾ മറക്കുവാൻ തയ്യാറായാൽ സ്വർഗം നമുക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. പലതും നമുക്ക് മറക്കുവാൻ കഴിയുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ കാണുവാൻ കഴിയും, നമ്മൾ വായിച്ചത് ഇയ്യോബിൻ്റെ പുസ്തകമാണ് വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇയ്യോബ് പലതും മറക്കുവാൻ തയ്യാറായതുകൊണ്ട് ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് എന്ത് സംഭവിച്ചു? വലിയ വിടുതലുകളെ കാണുവാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകലിലും നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത് ആമേൻ ഇയ്യോബിനെ കുറിച്ചാണ്. കഴിഞ്ഞ ദിവസവും ആമേൻ ബ്രദർ ജിത്തുവിൻ്റെ വൈഫ് സിസ്റ്റർ ബ്ലെസ്സിയും ആമേൻ ആമേൻ ഇയ്യോബിൻ്റെ പുസ്തകത്തെക്കുറിച്ച് ചെറിയ രീതിയിൽ ആമേൻ ഒരു മെസ്സേജ് കൊടുക്കുവാനിടയായി. ഇന്ന് പകലിൽ ഞാൻ ഇതിനകത്ത് വന്നിരുന്നപ്പോൾ ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, ഞാൻ ഇന്ന് എന്താണ് ഈ ജനത്തിന് വേണ്ടി നൽകേണ്ടത്? കർത്താവിനോട് വ്യക്തമായി സംസാരിച്ചു. ആമേൻ, ചിലരൊക്കെ ചിലത് മറന്നാൽ മാത്രമേ ദൈവത്തിന് ചിലത് പ്രവർത്തിക്കുവാൻ കഴിയുള്ളൂ. നിന്റെ കണ്ണുകൊണ്ട് കണ്ടത്, നിന്റെ ചെവി കൊണ്ട് കേട്ടത്, നിന്റെ നാവ് കൊണ്ട് നീ തിരിച്ചറിഞ്ഞത്, ആമേൻ, ചില വാക്കുകൾ കൊണ്ട് നീ അനുഭവിച്ചത്, ചില പ്രവൃത്തി കൊണ്ട് നീ അനുഭവിച്ചത് മറക്കുവാൻ തയ്യാറാണോ? നിന്റെ കുടുംബത്തെ ചൊല്ലി, തലമുറകളെ ചൊല്ലി, നിന്റെ നന്മകളെ ചൊല്ലി, ആമേൻ, എന്തൊക്കെ വിഷയത്തിന്റെ മേൽ ആമേൻ കേട്ടതിനെ, കണ്ടതിനെ, പ്രവർത്തിച്ചതിനെ നീ മറക്കുവാൻ തയ്യാറാണോ? നിശ്ചയമായി ഞാൻ പറയട്ടെ, നിന്റെ പ്രവൃത്തിക്ക് ഭംഗം വരുത്താത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് ആഴമേറിയ ഒരു വിടുതലുമായി ഇന്ന് പകലിൽ വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഞാൻ ചിന്തിച്ചു, കർത്താവേ, ഇതിൽ നിന്ന് എന്താ ഞാൻ സംസാരിക്കേണ്ടത്? പ്രൈസ് ദി ലോർഡ്. നമുക്കിവിടെ വായിക്കുമ്പോൾ കാണുവാൻ കഴിയും, യോബിന്റെ പുസ്തകം ആമേൻ 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ഇയ്യോബ് ആരാ? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം ആമേൻ, അവൻ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമായിരുന്നു. ആമേൻ, ഇന്ന് പകലിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ആമേൻ, നമ്മളെക്കുറിച്ച് കർത്താവ് എന്തൊക്കെ പറയും? പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇയ്യോബിനെ കുറിച്ച് കർത്താവ് പറഞ്ഞു, അവൻ നിഷ്കളങ്കൻ, ആമേൻ, നീതിമാൻ, ആമേൻ, നേരുള്ളവൻ, കൂടാതെ അവൻ ദൈവഭക്തനുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഇതിൽ ഏതൊക്കെ പോയിന്റ് നമ്മളെക്കുറിച്ച് കർത്താവ് പറയും? ഇന്ന് പകൽ അത് ചിന്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. നമ്മൾ നിഷ്കളങ്കനായിരിക്കണം, നീതിമാനായിരിക്കണം, നേരുള്ളവനായിരിക്കണം, ദോഷം വിട്ടകലുന്നവനായിരിക്കണം, ദൈവഭക്തനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ചിലതൊക്കെ വിട്ടൊഴിയുവാൻ മനസ്സുണ്ടാകണം. ആമേൻ, ചില കേൾക്കുന്നതിനെ വിട്ടൊഴിയുവാൻ മനസ്സുണ്ടായിരിക്കണം. ആമേൻ, ചില ആമേൻ വ്യക്തികൾ നിന്നോട് ചില സംഭാഷണങ്ങളുമായി വരുമ്പോൾ ചിലതിനെ വിട്ടൊഴിയുവാനുള്ള ആമേൻ ഒരു നേര് നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാകണം. പലരുടെയും ജീവിതത്തിനകത്ത് പലതും നഷ്ടമായി തീരുന്നത് എങ്ങനെയാണെന്ന് അറിയാവോ? പിശാച് പല മനുഷ്യന്റെ രൂപത്തിലും നിന്റെ അടുക്കൽ കടന്നു വന്ന് നിന്റെ വിശ്വാസത്തെ ത്യജിക്കുവാൻ, നിന്റെ പ്രത്യാശയെ കലക്കിക്കളയുവാൻ, നിന്റെ ജീവിതത്തിനകത്തുള്ള മറുപടിയെ കലക്കിക്കളയുവാൻ പിശാച് വ്യക്തികളുടെ രൂപത്തിൽ കടന്നു വരും. ഇന്ന് പകൽ അപ്പോൾ ചിന്തിച്ചോണം, ഞാൻ നേരുള്ളവരായി തീരണം. പിശാചെ, നിന്റെ
പദ്ധതിയിൽ ഞാൻ കുടുങ്ങുവാൻ തയ്യാറല്ല. എൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി സ്വർഗം ചെയ്യുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇയ്യോബ് ആരായിരുന്നു? നിഷ്കളങ്കനും നീതിമാനും നേരുള്ളവനുമായിരുന്നു. ആമേൻ. ഇവന്റെ നീതിയും നിഷ്കളങ്കതയും ഇവന്റെ ദൈവഭക്തയായ മനുഷ്യനുമായതുകൊണ്ട് ആമേൻ ഇവനോടൊപ്പം ആരുണ്ടായിരുന്നു? ആമേൻ, പിശാചും കൂടെ ഉണ്ടായിരുന്നു. എന്താ പിശാചിന്റെ പദ്ധതി? ആമേൻ. നമുക്കവിടെ കാണുവാൻ കഴിയും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ആറാമത്തെ വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ ആമേൻ 6-ാമത്തെ വാക്യം. ആമേൻ. 6-7 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും, ദൈവപുത്രന്മാർ യഹോവയുടെ സന്നിധിയിൽ നിൽപ്പാൻ ചെന്നു, അവരുടെ കൂട്ടത്തിൽ സാത്താനും ഉണ്ടായിരുന്നു. അപ്പോൾ ആമേൻ ഭക്തന്മാരുടെ കൂട്ടത്തിൽ, ദൈവപുത്രന്മാരുടെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നു? സാത്താനും ഉണ്ടായിരുന്നു. ആമേൻ. ആമേൻ. ആ സാത്താനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ആമേൻ, നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചതിന് സാത്താൻ തിരിച്ചു കൊടുക്കുന്ന മറുപടിയുണ്ട്. അതിന്ന് പകലിൽ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടോളണം. പിശാച് പറയുന്ന മറുപടി ഇതാ. സാത്താൻ യഹോവയോട്, ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാത്താൻ എവിടെയുണ്ട്? ഭൂമിയിലുണ്ട്. ആ സാത്താൻ എന്താ ചെയ്യുന്നത്? അവൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു. എന്തിനാ അവൻ ഊടാടി സഞ്ചരിക്കുന്നത്? നീതിമാനെ എയ്യുവാൻ, നിഷ്കളങ്കനെ എയ്യുവാൻ, നേരുള്ളവനെ എയ്യുവാൻ, ദോഷം വിട്ടകലുന്നവനെ എയ്യുവാൻ, ദൈവഭക്തനെ എയ്യുവാൻ. ഇന്ന് പകലിൽ നിന്റെ പിന്നാലെ കൂടി നടന്ന് നിന്നെ തകർക്കുന്ന പന്ന സാത്താന്റെ പദ്ധതി എന്താ? നിന്നെ തകർക്കുവാൻ. ഇന്ന് പകൽ തിരിച്ചറിയുന്നവർ സ്തുതിച്ചു തുടങ്ങിക്കോ. ഒരു നിഷ്കളങ്കന് വിരോധമായി, ഒരു നീതിമാന് വിരോധമായി, ആമേൻ ആമേൻ നിന്റെ നന്മയ്ക്ക് വിരോധമായി ആമേൻ പിശാചിന് പദ്ധതി ഒരുക്കുവാൻ എൻ്റെ കർത്താവ് വിട്ടുകൊടുക്കുമോ? ആമേൻ. നമ്മൾ പിന്നാലെ ചിന്തിക്കുവാൻ പോകുകയാ. പിശാചിന്റെ പദ്ധതി എന്താ? ആമേൻ നീതിമാനെ എയ്യുവാൻ. ആമേൻ. ഇന്ന് പകൽ ദൂത് ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്തോളം. അപ്പോൾ എന്നെ തകർക്കുവാൻ എന്തിനാ പിശാച് കൂടെ വരുന്നത്? ആമേൻ. നീ ഒരു ദൈവഭക്തയായതുകൊണ്ട്, നീ ഒരു ദൈവഭക്തനായതുകൊണ്ട്, നീ ദൈവത്തോടൊപ്പം നടക്കുന്നത് കൊണ്ട്, നീ ദൈവിക വാഗ്ദത്തം ചുമക്കുന്നവരായോണ്ട്, നിന്റെ തലമുറയിൽ മറ്റാർക്കും ഇല്ലാത്ത ദൈവിക വാഗ്ദത്തമുള്ളത് കൊണ്ട്, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കുടുംബത്തിനകത്ത് അസാധാരണമായ ആമേൻ ദൈവിക വാഗ്ദത്തമുള്ളത് കൊണ്ട് ഇന്ന് പകൽ എത്ര പേർ പറയും, ഞാൻ ഇന്ന് പകൽ സംതിങ് സ്പെഷ്യലാ, ഞാൻ വേറിട്ടൊരു വ്യക്തിയാ, ഇയ്യോബിനെ പോലെ ഞാൻ വേറിട്ടൊരു വ്യക്തിയാ, എൻ്റെ തലമുറ എനിക്ക് സംതിങ് സ്പെഷ്യലാ, എൻ്റെ മിനിസ്ട്രി എനിക്ക് സംതിങ് സ്പെഷ്യലാ, എൻ്റെ ഭർത്താവ് എനിക്ക് സംതിങ് സ്പെഷ്യലാ. ജൂഡബബ ശംതനാരകൾ കടകശി അടകം ധരാജകൾ ശമന വൈശമന വൈഡനാരകൾ കടകശി. ആമേൻ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ സംതിങ് സ്പെഷ്യൽ ആകട്ടോ. എന്ന പിശാചിന്റെ മുമ്പിലും അങ്ങനെ. അതുകൊണ്ടാണല്ലോ പിശാച് നമ്മളെ വെറുതെ വിടാതെ ഇങ്ങനെ ഊടാടി സഞ്ചരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ നമ്മൾ വായിച്ചു, സാത്താൻ എന്താ പറഞ്ഞത്? ഞാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിച്ചു വരുന്നു. അപ്പോൾ ഉടനെ കർത്താവ് തിരിച്ചു ചോദിക്കുന്ന മറുപടി ഇതാണ്. ആമേൻ. ഹല്ലേലൂയ. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? ആമേൻ. ഒന്നുകിൽ കർത്താവിന് ആ കാലത്ത് ജീവിച്ചിരുന്ന ഒത്തിരി ഭക്തന്മാർ കാണും. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ നമ്മളവിടെ 1-ാമത്തെ അധ്യായത്തിൽ ആമേൻ അതിന്റെ 1-ാമത്തെ വാക്യം വായിച്ചു. ആമേൻ. നീതിമാനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആമേൻ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ, ഒരു ദൈവഭക്തൻ ഉണ്ടെങ്കിൽ, സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി നെഞ്ചും നെറ്റിയും കൊടുത്ത് വിശ്വാസത്തിൽ നിലനിൽക്കുന്ന ഒരു ദൈവഭക്തനായ മനുഷ്യനായിരുന്നു ഇയ്യോബ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ ദൈവപുത്രന്മാരോടൊപ്പം വന്ന സാത്താനോട് കർത്താവ് ചോദിച്ചത്, നീ എവിടെ നിന്ന് വരുന്നു? അവൻ പറഞ്ഞ മറുപടി, ഞാൻ ഭൂമി മുഴുവനും ചുറ്റി ഊടാടി സഞ്ചരിച്ചു വരുന്നു. കർത്താവ് ആമേൻ വീണ്ടും അങ്ങോട്ട് ചോദിക്കുന്നു, നീ ഭക്തനായ ഇയ്യോബിനെ ദൃഷ്ടി വെച്ചോ? ഇന്ന് പകലിൽ നിന്നെ ദൃഷ്ടി വെക്കുവാൻ പിശാച് പദ്ധതി ഒരുക്കുമ്പോൾ ദൂതാകട്ടോ ക്യാച്ച് ചെയ്തോ. നിന്റെ തലമുറയ്ക്ക് വിരോധമായി, നിന്റെ തൊഴിലിന് വിരോധമായി, നിന്റെ കുടുംബജീവിതത്തിന് വിരോധമായി, നിന്റെ ഉദരഫലത്തിന് വിരോധമായി, നിന്റെ സന്തോഷത്തിന് വിരോധമായി, നിന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി, ആമേൻ നിന്റെ മേൽ വെളിപ്പെടേണ്ട വാഗ്ദത്തത്തിന് വിരോധമായി പിശാച് ഊടാടി സഞ്ചരിക്കുമ്പോൾ, ആമേൻ ഇന്ന് പകരം ഞാൻ പറയട്ടെ, അതിനു മുന്നേ എൻ്റെ കർത്താവ് ഭക്തനായ നേരുള്ളവനായ നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവം അവിടെ മറ്റൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്. ആമേൻ. ദൈവ പദ്ധതിക്കകത്ത് കിടക്കുന്ന നിന്റെ മേൽ പിശാചിന്റെ കണ്ണ് പതിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ കർത്താവ് തിരിച്ചറിയും. അതുകൊണ്ടാണല്ലോ പലതവണ നിന്റെ
നിന്റെ കുടുംബത്തിനകത്ത് മരണത്തിന്റെ വാതിലുകൾ വന്നു, പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബ ജീവിതങ്ങൾ തകരേണ്ടത് വന്നു, എന്റെ കർത്താവ് വിട്ടോ ഇല്ല. നീതിമാനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ദൈവഭക്തനായ ഒരു വ്യക്തിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത് ദൈവത്തിന്റെ കരങ്ങളില്ല. പ്രൈസ് ദി ലോർഡ്. നിന്റെ മേൽ പിശാച് ഒരു കണ്ണിടുമ്പോഴേ കർത്താവ് അത് നേരത്തെ തിരിച്ചറിയും. എന്റെ ദൈവത്തിന് അറിയാം ഇവനെ എവിടെ കൊണ്ടുവന്ന് ഇവനെ നിർവീര്യമാക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല, അസാധാരണമായ ഒരു ബോംബായി സാത്താൻ. ആമേൻ. ഹല്ലേലൂയ. അവനറിയാം എവിടെ കൊണ്ട് ഇത് പൊട്ടിക്കണമെന്ന്. പ്രൈസ് ദി ലോർഡ്. കാരണം നമ്മൾ മനുഷ്യരാണല്ലോ. എവിടെ നമുക്കൊരു ബലഹീനത വരുന്നു, എവിടെ നമുക്കൊരു താഴ്ച വരുന്നു, നമ്മൾ മനുഷ്യരാണ്. ഒരു ചെറിയ ബലഹീനത വരുമ്പോൾ, കഷ്ടം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ തളർന്നു പോകും. കാരണം പിശാച് ആദ്യം കൊണ്ടുവരുന്ന ലിസ്റ്റ്, നീ ഇത്ര ദിവസം ഉപവസിച്ചു, നീ ഇത്ര ദിവസം പ്രാർത്ഥിച്ചു, ആമൻ, നീ ഇത്രയും നാൾ കരഞ്ഞു, ആമൻ, എന്നിട്ടും എന്തേ നിനക്ക് കിട്ടിയോ? ആമേൻ. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല് തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. പിശാച് പദ്ധതി ഒരുക്കി വരുമ്പോൾ അതിനെ ചവിട്ടുവാനുള്ള, അതിന്മേൽ ചവിട്ടുന്നെന്ന് പറയണം. നീ എന്റെ ഇന്നലകളെ നോക്കി, ആമൻ, എന്നെ പിന്തിരിക്കാൻ നോക്കുമ്പോൾ എന്റെ നാളെയെ നോക്കി ഞാൻ അധികാരത്തോടെ ചവിട്ടി പറയുന്നു, പിശാചേ നീ പോ. എന്റെ മേലുള്ള വാഗ്ദത്തം അതെന്റെ കർത്താവ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ അത് റിസീവ് ചെയ്യുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഇന്നലെയും നമ്മൾ ചിന്തിച്ചു, ആമേൻ, അബ്രഹാമിനെ വിളിക്കുന്നതിന് മുമ്പേ കർത്താവ് അബ്രഹാമിനോട് മക്കളെ കൊടുക്കാന്നാണ് പറഞ്ഞത്. ആമേൻ. ഇല്ല. ആമേൻ. അബ്രഹാമിനോട് പറഞ്ഞത് എന്താ? നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും വിട്ട് നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുവാൻ. അബ്രഹാം എന്ത് ചെയ്തു? ആമേൻ. അവന്റെ വിശ്വാസം മുറുകെ പിടിച്ചു. കേട്ടത് ദൈവശക്തമാണെന്ന് തിരിച്ചറിഞ്ഞ് അബ്രഹാം യാത്ര തിരിച്ചു. ആമേൻ. ഹല്ലേലൂയ. നീണ്ട വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ, ആമേൻ, ഒരു ദിവസം കർത്താവ്, ആമേൻ, അബ്രഹാമിനോട് ചോദിക്കുന്നത് ഇതാ, ആമേൻ, ഹല്ലേലൂയ, എന്താ നിന്റെ, ആമേൻ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത്? ആമേൻ. അബ്രഹാം അപ്പോഴാ പറയുന്നേ, ആമേൻ, നിന്റെ ശബ്ദം കേട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. ആമേൻ. നീ എന്നോട് യാത്ര തിരിക്കാൻ പറഞ്ഞു, ഞാൻ യാത്ര തിരിച്ചു. പക്ഷേ എനിക്ക് മക്കളില്ല. ആമേൻ. ആ ദൂതിനെ കർത്താവ് മറുപടിയായി റിപ്ലൈ കൊടുക്കുമ്പോഴും ഞാൻ പറയട്ടെ, അബ്രഹാമിനോട് പറഞ്ഞതെന്താ? നീ കൂടാരത്തിൽ നിന്ന് വെളിയിറങ്ങ്, മകളെ നോക്ക്, നിനക്ക് എണ്ണാൻ പറ്റുമോ? ആമേൻ. നീ കടലിന്റെ നടുക്ക് ചെല്ല്, ആമേൻ, കടൽക്കരയിൽ ചെല്ല്, അവിടത്തെ മണ്ണുകളെ നീ എണ്ണ്, നിനക്ക് എണ്ണുവാൻ കഴിയുമോ? ഒരു വലിയ ഇസ്രായേൽ ജനതയെ വാർത്തെടുത്ത അബ്രഹാമിന്റെ പാരമ്പര്യത്തെ ഇന്ന് പകലൊന്ന് ഓർക്കണമേ. ഞാൻ വിളിച്ചു പറയട്ടെ, ആമേൻ, ആമേൻ. ആ ആലോചന കേട്ടിട്ട് അബ്രഹാം വീണ്ടും നീണ്ട 25 വർഷം അബ്രഹാം വീണ്ടും കാത്തിരുന്നു. ഞാൻ പറയട്ടെ, ദൈവം പറഞ്ഞ ഒരു പ്രവചനത്തിന് മാറ്റമില്ല. കേട്ട വാഗ്ദത്തത്തെ അതങ്ങനെ ചെയ്തതിനായി സ്തോത്രം എന്ന് പറഞ്ഞു റിസീവ് ചെയ്യുവാൻ തയ്യാറായി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ റിസീവ് ചെയ്ത, ആമേൻ, ഹല്ലേലൂയ, ആ റിസീവറിന്റെ ആഗ്രഹത്തില് ദൈവം പ്രസാദിച്ചത്. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിന് വേണമെങ്കിൽ പറയാം, സാധ്യതയില്ല, ഒരു സ്കോപ്പുമില്ല, എന്റെ ഭാര്യയ്ക്കും കഴിയത്തില്ല, എനിക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. ഇമ്പോസിബിൾ. ഇത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാ. ഞാൻ പറയട്ടെ, ആമേൻ, ഹല്ലേലൂയ, നിനക്കത് ഇമ്പോസിബിൾ ആയിരിക്കാം, എന്നാൽ എന്റെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. അവന് കല്ലുകളിൽ നിന്ന്, ആമേൻ, മക്കളെ ഉണ്ടാക്കുവാൻ കഴിയുമെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, 5 അപ്പത്തെയും 2 മീനിനെയും 5000 പേർക്ക് ശേഷിപ്പിച്ച് അതിനെ നുറുക്കി അതിനെ വർദ്ധിപ്പിച്ച് 12 കൊട്ട ചുമന്ന് മാറ്റുമാറാക്കുവാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ പറയട്ടെ, നീ അധ്വാനിക്കുന്നതിൽ നിന്ന് ചില ശേഷിപ്പുകളെ ഒത്തിരി കാലം കൊണ്ട് അധ്വാനിക്കുന്നുണ്ട്, ഒന്നിനോടൊന്ന് ചേർത്ത് വെക്കുവാൻ കഴിയുന്നില്ല. കേൾക്കുന്ന നിന്നയ്ക്കൊരു ആമേൻ, ആമേൻ, ആമേൻ അവസാനമില്ല. കേൾക്കുന്ന പരിഹാസത്തിന്റെ അവസാനമില്ല. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ആമേൻ, ചില ശേഷിപ്പുകൾ ചില ഇല്ലായ്മയിൽ നിന്ന് ചിലതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം.
ജുഡബന ശിയാംതനെ വൈഡവന വൈശാന ഘടക ശിയാംതന വൈഡ പ്രൗഢവനാരകൾ ശുമന ഘടകശി. ഹല്ലേലൂയ. ആമേൻ. എൻ്റെ കർത്താവിന് പ്രവർത്തിക്കുവാൻ കഴിയും കേട്ടോ. റിസീവ് ചെയ്യുവാൻ തയ്യാറായിരിക്കുന്നവർ ഹൃദയങ്ങളെ ഇന്ന് പകലൊന്ന് ഒരുക്കി കൊടുക്കുമെങ്കിൽ ഞാൻ പറയട്ടെ, നിന്റെ സാഹചര്യം എത്ര പ്രയാസമായാലും അത് നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതത്തിന് കാരണമാക്കി സ്വർഗം അത് ചെയ്യുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ആ പിശാചിനോട് കർത്താവ് ചോദിച്ചു, ആമേൻ, നീ എൻ്റെ ദാസനായ ഇയ്യോബിന്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് തിരിച്ചു പറയുന്ന ഒരു മറുപടിയുണ്ട്. ആമേൻ. അവനെ പോലെ നിഷ്കളങ്കന്. ആമേൻ. അപ്പോൾ നമുക്ക് വിരോധമായി നിൽക്കുന്ന പിശാച് നമ്മളെ കുറിച്ച് പറയുന്നൊരു വാക്ക് കാണാം. പലരും പറയുന്നത് ഇതാ, ദൈവത്തെ ആമേൻ ദൈവകൽപ്പന അനുസരിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവസന്നിധിയിൽ ഇറങ്ങി പുറപ്പെട്ട എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഈ കഷ്ടത നീങ്ങുന്നില്ല? എന്തുകൊണ്ട് ഈ നിന്ന നീങ്ങുന്നില്ല? എന്തുകൊണ്ട് ഈ പരിഹാസം നീങ്ങുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ കുടുംബം രക്ഷപ്പെടുന്നില്ല? എന്തുകൊണ്ട് എൻ്റെ തലമുറ അനുഗ്രഹം പ്രാപിക്കുന്നില്ല? പിശാചിന്റെ മറുപടി കണ്ടോളൂ. ആമേൻ. അവൻ ചുമ്മാതെ നടക്കുന്നവനെ ഒന്നും അറിയത്തില്ല. ആമേൻ. അവന്റെ അധീനതയിൽ കിടക്കുന്നവനെ ആരേക്കും ഈ സാത്താന് ആമേൻ അവന്റെ അധീനതയിലുള്ള ആരെയും അവന് വേണ്ട. പക്ഷേ യോബിന്റെ ആമേൻ ഹല്ലേലൂയ ദൃഷ്ടി വെച്ചതിന്റെ കാരണം, അതായത് ഭക്തയായ എന്റെയും നിന്റെയും ജീവിതത്തിനകത്ത് പിശാച് പോർ വിളിച്ച് ആമേൻ നിൽക്കുന്നതിന്റെ കാരണം ഇതാ പിശാച് തന്നെ പറയുന്നുണ്ട്. ഒന്ന്, ആമേൻ അവനെ പോലെ നിഷ്കളങ്കനും, ആമേൻ രണ്ട്, നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനും ഭൂമിയിലും ആരുമില്ലല്ലോ എന്നരുളി ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പിശാച് എന്തിനാ നമ്മുടെ ജീവിതത്തിന്റെ ചില വഴികളെ അടച്ച് വെല്ലുവിളിച്ച് നമ്മളെ എന്നും നിരാശയുടെ പടുകുഴിയിലാക്കിയിട്ട് ഓരോ ക്വസ്റ്റ്യൻ മാർക്കുമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. നമ്മൾ സംതിങ് സ്പെഷ്യലാ. നമ്മൾ കർത്താവിന് വേണ്ടപ്പെട്ട വ്യക്തിയാ. നമ്മൾ ആമേൻ ജീവപുസ്തകത്തിലുള്ളതാ. നമ്മൾ ആ നിത്യത പ്രാപിക്കാനുള്ളവരാ. അതിന് വിടത്തില്ലെന്ന് പറഞ്ഞ്, അതിന് വിട്ടുകൊടുക്കത്തില്ലെന്ന് പറഞ്ഞ് നിന്റെ കുടുംബം രക്ഷപ്പെടാതിരിക്കുവാൻ ഭൂമിയിൽ ഊടാടി സഞ്ചരിക്കുക, അവന്റെ അധീനതയിൽ ഇടുവാൻ. ഒന്ന് ചിന്തിച്ചു നോക്കണമേ, അവന്റെ അധീനതയിൽ കിടക്കുന്ന എത്ര ലക്ഷങ്ങൾ ഇവിടെയുണ്ട്. ആമൻ. അവൻ അതിനെ ഏതിനെങ്കിലും നോട്ടമിട്ടോ? ഇല്ല. പ്രാർത്ഥിക്കുന്ന ഭക്തനായ ഇയ്യോബിനെ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിനക്ക് വിരോധമായി പിശാച് അവിടെ കണ്ണറിയുമ്പോഴേ ദൈവത്തിന്റെ വലിയൊരു സംരക്ഷണം അത് നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ തലമുറയ്ക്ക് ചുറ്റും, അവർ എവിടെയോ ആകട്ടെ, അവർ ഏത് സ്റ്റേറ്റിലോ ആകട്ടെ, അവർ ഏത് കൺട്രീസിലോ ആകട്ടെ, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, എവിടെയായിരുന്നാലും ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു തീ ചൂടാ ബാബാ റമന ശിയാംതന വൈഡവന അധനഘടക ശിയാംതനെ റീബൽ പ്രൗഢവന ശബ്ദനാരകൾ ഘടക ശിയാംതനെ. ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വിരോധമായി ആര് ആമേൻ പദ്ധതി ഒരുക്കിയാലോ, പിശാച് എത്ര പദ്ധതി ഒരുക്കിയാലോ, ഞാൻ വിളിച്ചു പറയട്ടെ, ആ പിശാചിന് ആമേൻ അധീനതയിൽ നിന്നെ തളർത്തുവാൻ, നിന്നെ ഒടുക്കി കളയുവാൻ, നിന്നെ വീഴ്ത്തി കളയുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തേയില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. കാരണം ആമേൻ നമ്മൾ അവന്റെ കയ്യിലെ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട പാത്രങ്ങളാ. നമ്മൾ ആരുടെ കയ്യിലാ? ആ കർത്താവിന്റെ കയ്യിലാ. അതിനെ വീണുടഞ്ഞു പോകുവാൻ അവനെ ആമേൻ ആ കയ്യിലുള്ള ഒരു പാത്രത്തെ വീണുടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ആമേൻ. അപ്പോൾ ചിലര് പറയും, അയ്യോ ഞാൻ ഉടഞ്ഞു പോയി. ആ ഉടഞ്ഞതിനെ നല്ലതുപോലെ പണിഞ്ഞ് ആമേൻ ഒരു മാനപാത്രമാക്കുവാൻ, ഇനിയൊരു ചോർച്ചയില്ലാതെ ഒരു മാനപാത്രമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയും. അതുകൊണ്ട് ഇവിടെ നിന്ന് ധൈര്യത്തോടെ പ്രസംഗിക്കുവാൻ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ ആ കുശവന്റെ കയ്യിലിരുന്ന ഒരു ഉടഞ്ഞുപോയ പാത്രമായിരുന്നു. ആമേൻ അവന് തോന്നിയതുപോലെ ഇന്നലെ വരെ കഴിഞ്ഞ ആമേൻ 10 വർഷത്തിന് മുമ്പേ ലോകത്തിന്റെ മോഹങ്ങളിലോ ലോകത്തിന്റെ ആമേൻ കുത്തുകാഴ്ചകൾക്ക് ആമേൻ വീണ് കിടന്ന ഞങ്ങളെ, ആമേൻ ലോകത്തിൽ വീണ് ഉടഞ്ഞുപോയ ഞങ്ങളെ പിന്നെ അവൻ മെനഞ്ഞത്, പിന്നെ ഒരിക്കലും ചോർച്ച വരാത്ത, പിന്നെ ഒരിക്കലും ദൈവത്തിന്റെ നാമം ദൂഷിക്കുവാൻ പറ്റാത്ത തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ട മാനപാത്രമാക്കി എൻ്റെ
ദൈവം പടഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അത് ഇന്ന് വരെ ചോരാൻ എൻ്റെ അപ്പൻ അനുവദിച്ചില്ല. അവൻ ആരുടെ പരിഹാസത്തിന് മുമ്പിലോ ആരുടെ മോശം കമന്റിന് മുമ്പിലോ ഈ അപ്പന്റെ വേലയെ ഇട്ടേച്ചു പോകുവാൻ ഞാൻ തയ്യാറല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവം ഒരു വ്യക്തിയെ പണിഞ്ഞാൽ, ദൈവം ഒരു വ്യക്തിയെ പണിയുവാൻ ആരംഭിച്ചാൽ പിന്നെ ആ വ്യക്തിക്ക് ഉടയാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവം നിന്റെ കുടുംബത്തെയോ നിന്റെ തലമുറയും പണിയുവാൻ ആ കാര്യത്തിലെന്ന് എടുത്താൽ ജൂഡവന ശംഭന അടകതരകടക ശംഭനാരകൾ കടകസി, ഞാൻ പറയട്ടെ, ഒരു പിശാചിന് നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. ജൂഡവന രമാന ശിയാബ്ദനെ അൽക്കന വൈഡവന വൈഷമന വൈഡരകടകസി. ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്ന കുടുംബങ്ങളെ ഞാൻ പറയട്ടെ, എന്റെ ദൈവം പണിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിശാചിന്റെ അടിസ്ഥാനം ഇന്ന് പകൽ കുലുങ്ങുവാൻ തുടങ്ങിയിട്ടുണ്ട്. നിന്റെ കുടുംബത്തെ അവൻ പണിയുന്നു, നിന്റെ മരുമക്കളെ പണിയുന്നു, നിന്റെ കൊച്ചുമക്കളെ പണിയുന്നു. ജൂഡബബ രമാന ശിയാബ്ദന റീബലകടക ശംധനാരകൾ കടകസി. നീ പ്രാർത്ഥിച്ചതിന്റെ ദൈവത്തിന്റെ നീതി അവൻ കുടുംബങ്ങൾക്കകത്തയക്കുവാൻ പോകുകയാ. ജൂഡബന രമനകടക ശംധനാരകൾ കടകസിയാംതേനെ വൈഷമന വൈഡനാരകൾ പ്രൗഢവന അടകദരകടക സിയാംതനെ റീബൽ പ്രൗഢവന വൈഡവന ഹതനകടക സിയാംതന. ഹല്ലേലൂയ. ആമേൻ. പിശാച് പറഞ്ഞു, ആമേൻ, ഹല്ലേലൂയ, വേറൊരു നീതിമാനെയും ഞാൻ അവിടെ കണ്ടില്ല, ആ ഭൂമിയിൽ വേറൊരു ദൈവഭക്തനെയും ഞാൻ കണ്ടില്ല. ആമേൻ, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ ലിസ്റ്റിലും പിശാചിന്റെ ലിസ്റ്റിലും ആമേൻ നല്ലവനായി കണ്ടത് ഇയ്യോബ്. കർത്താവ് വിടുവോ? ആമേൻ. കർത്താവ് എന്താ പറഞ്ഞത്? ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അതിന് സാത്താൻ യഹോവയോട് പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, പിശാച് ആദ്യം പറഞ്ഞത്, ആമേൻ, ഹല്ലേലൂയ, അവൻ നിഷ്കളങ്കനും നീതിമാനും ദൈവഭക്തനുമായ ഒരുവനെ ഞാൻ ഭൂമിയിൽ കണ്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അടുത്ത് അവൻ വീണ്ടും നിർത്തുന്നില്ല, വാതോരാതെ അവൻ പറയുന്നത് കേട്ടോ. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിട്ടിരിക്കുന്നത്? പലപ്പോഴും നിങ്ങളോട് പിശാച് ചോദിക്കുന്ന ചോദ്യമാ, ചില മനുഷ്യർ ചോദിക്കുന്ന ചോദ്യമാ, ആമേൻ, വെറുതെയാണോ ആമേൻ നീ ദൈവഭക്തയായിട്ടിരിക്കുന്നത്? പിശാചിന് അസൂയ, സാത്താൻ അസൂയ. നിന്റെ ഉയർച്ചയെ കണ്ട്, നിന്റെ കുടുംബത്തിന്റെ സന്തോഷത്തെ കണ്ട് നീ രക്ഷപ്പെടുമെന്ന് കാണുമ്പോൾ പിശാചിന് അസൂയ. സാത്താന്റെ ആമേൻ ഒരേ ഒരു തന്ത്രം, ആമേൻ, ഹല്ലേലൂയ, ഒന്ന് നിഷ്കളങ്കനെ കാണുമ്പോൾ അവന് പറ്റത്തില്ല, ദൈവഭക്തനെ കാണുമ്പോൾ അവന് പറ്റത്തില്ല, നേരുള്ളവനെ കാണുമ്പോൾ പറ്റത്തില്ല. അപ്പൊ അവനാരാ? അവൻ ചതിയനോ കള്ളനും കവർച്ചക്കാരനോ പാപത്തിലും പിശാചിന്റെ അടിമത്തിലും കിടക്കുന്നവൻ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. അടുത്തവൻ അസൂയ. എന്തുകൊണ്ട്? ആമേൻ, ഇയ്യോബിനെ, ആമേൻ, ഇയ്യോബ് ദൈവത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്, ആമേൻ, ആമേൻ, അവൻ എന്തുകൊണ്ടാണ് ദൈവഭക്തനായിരിക്കുന്നത് എന്ന് പിശാച് പറയുക. ആമേൻ. ദൈവം പറഞ്ഞു കൊടുക്കണ്ട, പിശാച് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ, നീ അവനും അവന്റെ വീട്ടിലും അവനുള്ള സകലത്തിലും ചുറ്റിലും ആമേൻ വേലി കെട്ടിയിട്ടില്ലയോ? ആമേൻ, ഹല്ലേലൂയ. പിശാചിന് കടക്കുവാൻ പറ്റാതെ വണ്ണം ആമേൻ നീ ദൈവത്തെ അറിഞ്ഞ ആ സമയം മുതൽ ആമേൻ നിന്റെ ഭവനത്തിന് ചുറ്റും ഒരു വേലിക്കെട്ടുണ്ട്, ഒരു വേലിക്കെട്ടുണ്ട്. ഇന്ന് പകൽ അത് മറക്കരുത്. നിന്റെ ഭവനത്തിന് ചുറ്റും, ആമേൻ നിന്റെ മക്കൾക്ക് ചുറ്റും, ആമേൻ നിന്റെ തൊഴിലിന് ചുറ്റും, നിന്റെ കുടുംബ ജീവിതത്തിന് ചുറ്റും, നിന്റെ ശുശ്രൂഷയ്ക്ക് ചുറ്റും ജൂഡബബ ശബ്ദ റഖാന അടകദരകടക ശിയാന്തനെ വൈഷമന വൈഡമന അഥനകടകശി. ഒരു അമ്മയുടെ ഉദരത്തിനകത്ത്, ഗർഭപാത്രത്തിനകത്ത് ഒരു കുഞ്ഞ് എങ്ങനെ പ്രൊട്ടക്റ്റ് ആയി കിടക്കുന്നു, അതുപോലെ നിന്റെ കുടുംബത്തിനകത്ത് ഒരു വേലി ജൂഡബബ ശംധനാരകൾ കടകശി. പിശാചിനെ പൊളിക്കുവാൻ പറ്റാത്ത, ആമേൻ, ഹല്ലേലൂയ, പിശാചിനെ നിന്നെ മുടിക്കുവാൻ പറ്റാത്ത ഒരു തീയുടെ വേലി ജൂഡബന രമന ശിയാന്തനാരകൾ കടകശി ആർത്തൽപൗഡവന വൈഡാനാരകൾ കടകശിയാംതേനെ വൈഡവന അടകശിയാംതനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. ആമേൻ. അതൊരു ഭയങ്കര ദൂതാകട്ടോ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പിശാചിന് എന്തുകൊണ്ട് ആമേൻ നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ ജീവനെ തൊടുവാൻ കഴിയാത്തത്, ആമേൻ നിന്റെ തലമുറയുടെ ജീവനെ തൊടുവാൻ കഴിയാത്തത്, നിന്റെ കുടുംബത്തിന് ചുറ്റും നീ ആയിരിക്കുന്ന സർവ്വ മേഖലയ്ക്ക് ചുറ്റും
ആമേൻ, അവനൊരു മതിൽക്കെട്ട് കെട്ടിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. അടുത്തെന്താ? ആമേൻ, ഹല്ലേലൂയ. നീ അവന്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഒരു നിഷ്കളങ്കനായ വ്യക്തിയുടെ, ഒരു നീതിമാനായ വ്യക്തിയുടെ, ഒരു പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ പ്രവൃത്തിയെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം ഇന്ന് പകലിൽ ആമേൻ നീ വിതച്ചതാ കൊയ്തോണ്ടിരിക്കുന്നേ. ആമേൻ. വിതയ്ക്കാൻ പാടില്ലാത്തത് വിതച്ച് നീ അടിമേടിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ അതിനെ തിരുത്തി നീ വിതയ്ക്കുന്നത് കൊയ്യുന്ന ചുടബബ റമന ശിയാംതന അടകടരകട. നിന്റെ നാവ് കൊണ്ട് വിതയ്ക്കുന്നത്, നിന്റെ പ്രവൃത്തി കൊണ്ട് വിതയ്ക്കുന്നത്, നിന്റെ ചിന്ത കൊണ്ട് വിതയ്ക്കുന്നത് ചുടബന റമന ശിയാംതന. ചിലത് ക്യാൻസലായി മാറട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിന്റെ ആമേൻ ജീവിതത്തിനകത്ത് നന്മയ്ക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ചില പശാചിന്റെ പദ്ധതികൾ, ചില സാത്താന്റെ തന്ത്രങ്ങൾ ഇന്ന് പകൽ ചിലതിനെ ക്യാൻസൽ ചെയ്ത് ചുടബന റമന ശിയാംതനെ വൈശമന വൈഡനാരകൾ കടക ശിയാംതന. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് പിശാച് സാക്ഷ്യം പറഞ്ഞു എന്താ? അവന്റെ ഭവനത്തിന് ചുറ്റും, അവനുള്ള സകലത്തിന് ചുറ്റും നീ വേലി കെട്ടിയേക്കുക. ആമേൻ. ഹല്ലേലൂയ. ഇത്രയും നല്ല ആമേൻ ഹല്ലേലൂയ എസ്കോർട്ടുള്ള ആമേൻ ഒരു വ്യക്തി വേറെ ആരുണ്ടോ? ആമേൻ. ഒരു പ്രധാനമന്ത്രിക്കുള്ളതിനേക്കാൾ ആമേൻ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ? ആമേൻ. ഒരു പോലീസ് പ്രൊട്ടക്ഷൻ കിട്ടുന്നതിനേക്കാൾ ആമേൻ ഇയ്യോബിന്റെ ആമേൻ ഭവനത്തിന് ചുറ്റും ആമേൻ അവന്റെ സകല നന്മകൾക്ക് ചുറ്റിലും വേലിക്കെട്ട് നൽകിയ കർത്താവ് നമുക്ക് തരാതിരിക്കുമോ? അതുകൊണ്ടാ ഇന്നലെ വരെ മരണം വരാത്തത്. അതുകൊണ്ടാ ഇന്നലെ വരെ നിന്റെ തലമുറയുടെ ജീവിതങ്ങൾ ഛന്നാഭിന്നമായി പോകാത്തത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്ത പിശാച് പറഞ്ഞ എന്താ? ആമേൻ അവൻ ചെയ്യുന്നതിനൊക്കെ നീ അങ്ങ് അനുഗ്രഹിക്കുവാണല്ലോ. ആമേൻ. ഇതാ പിശാചിന്റെ തന്ത്രം. നീ ഒന്ന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നീ ഒന്ന് അല്പം സാമ്പത്തികത്തിൽ പച്ച പിടിക്കുന്നുണ്ടെങ്കിൽ പിശാചിന് ഇഷ്ടമല്ല. ആമേൻ. ഹല്ലേലൂയ. നിന്റെ അനുഗ്രഹം എവിടെയാണെന്ന് നോക്കി അതാണ് പിശാച് അവിടെ പിടിക്കുന്നത്. ആമേൻ. പിശാച് ചിന്തിക്കുന്നത് നിന്റെ അല്പം സാമ്പത്തികത്തെ അങ്ങ് കുലുക്കിയാൽ നിന്റെ വിശ്വാസത്തെ അങ്ങ് നീ ത്യജിച്ചു കളയുന്നു. ഇല്ല. ആമേൻ. ഇതുപോലൊരു സംരക്ഷണം തരുന്ന മറ്റൊരു വ്യക്തി ഈ ലോകത്തില്ലേ ഇല്ല. ആ കർത്താവിനെ മറക്കാൻ പറ്റുമോ നമുക്ക്? ആ ദൈവത്തെ എവിടെയെങ്കിലും തള്ളിപ്പളയാൻ പറ്റുമോ? പറ്റത്തില്ലെന്നേ. കൊല്ലാൻ വന്നാലും, ഷൂട്ട് ചെയ്യാൻ വന്നാലും, കുത്താൻ വന്നാലും നെഞ്ചു തുറന്ന് ആമേൻ കൊന്നോന്ന് പറഞ്ഞ് നിൽക്കുവാനുള്ള ഒരു ദൈവിക കൃപ. ഹല്ലേലൂയ. ആമേൻ. അതാ ഇയ്യോബിന്റെ പ്രത്യേകത. ആമേൻ. അതാ ഇയ്യോബിന്റെ പ്രത്യേകത. ഏൽപ്പിച്ചു കൊടുക്കുവാനുള്ള ഒരു മനസ്സ്. ഹല്ലേലൂയ. ആമേൻ. വീണ്ടും പിശാച് വിട്ടു. അവൻ വീണ്ടും അവൻ പറയുന്ന അടുത്ത വാക്കിത്. അവൻ അവന്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. അപ്പൊ പിശാചിന്റെ അസൂയ. അവൻ നിന്റെ വർധനവിനെ പിശാച് ഭയപ്പെടുന്നു. അവൻ നീ വർദ്ധിക്കുമ്പോ പിശാച് കുറയും. ചൂടബബ റമന ശിയാംതന. അത് ദൂത കേട്ടോ. നീ ദേശം പിടിച്ചടക്കുമ്പോൾ, നിന്റെ ഭവനത്തിൽ നന്മയുണ്ടാകുമ്പോൾ, നിന്റെ കുടുംബത്തിനകത്ത് വർധനവുണ്ടാകുമ്പോൾ അത് പിശാചിന് ഇഷ്ടമല്ല. ചിലതൊക്കെ അപേക്ഷനായി പോകുന്നത് പിശാചിന്റെ പദ്ധതിയാ. ചിലതിനെയൊക്കെ അംഗവൈകല്യമാക്കുന്നത് പിശാചിന്റെ പദ്ധതിയാ. ഞാൻ പറയട്ടെ, ദൈവം തന്നിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ സയൻസിനെ ആമേൻ മാറ്റും വിധം വർധനവ പിശാചിന്റെ ഇഷ്ടം. ആമേൻ. നിന്റെ വർധനവിനെ താളടിയാക്കുക, നിന്റെ വർധനവിനെ മുടിച്ചു കളയുക. പ്രവചനാത്മാവിനെ പറയട്ടെ, പിശാചിന് ഭയമാകട്ടോ. നീ വർദ്ധിക്കുന്നത് കാണുമ്പോൾ, നീ ആമേൻ പെറ്റുപെരുകുന്നത് കാണുമ്പോൾ, നീ ദേശത്ത് അനുഗ്രഹം പ്രാപിക്കുന്നത് കാണുമ്പോൾ പിശാചിന് ഇഷ്ടമല്ല. അവൻ എവിടെ കൂടെയും വരും. ചെറിയൊരു വാക്ക് മതി. ആമേൻ. ചെറിയൊരു നോട്ടം മതി നിന്റെ ഭവനത്തിന്റെ സന്തോഷം മാറുവാൻ. ആമേൻ. 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 ഒരുമിച്ച് സന്തോഷമാ. തിന്നുന്നത് ഒരുമിച്ച, കുടിക്കുന്നത് ഒരുമിച്ച, യാത്ര ചെയ്യുന്നത് ഒരുമിച്ച. പക്ഷേ ആമേൻ 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 ചില സമയങ്ങളിൽ പിശാച് അതിനകത്ത് നിന്റെ സന്തോഷത്തെ കവരുവാൻ പിശാച് അതിനകത്ത് വരും. ആമേൻ. നിന്നെ തകർക്കുവാൻ, നിന്റെ സന്തോഷത്തെ കളയുവാൻ. അപ്പൊ തിരിച്ചറിഞ്ഞോളൂ, പിശാച് എന്റെ സന്തോഷത്തെ ഭയക്കുന്നു. പിശാച് എന്റെ കുടുംബത്തിന്റെ വർധനവിനെ ഭയക്കുന്നു.
ജൂഡവന രമന ഘടക ശംധനാരകൾ ഘടകശിയ അർത്ഥപൗഡവന അഥന ഘടക ശിയാന്തേനെ. നിന്റെ ആരോഗ്യത്തിന്റെ മേൽ പിശാച് പദ്ധതി ഇടുമ്പോൾ നീ ചിന്തിച്ചോളൂ, എന്റെ ആരോഗ്യത്തെ പിശാച് ഭയക്കുന്നുണ്ട്. ആരോഗ്യമുള്ള ശരീരം എനിക്കുണ്ടെങ്കിൽ ഞാൻ ആ ദൈവത്തിന്റെ മാർവോടെയോ. ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ ഞാൻ ആ അപ്പനെ സ്തുതിക്കും. ആ ശരീരത്തെ വിട്ടുതരത്തില്ലെന്ന് അവകാശം പറയുന്ന പിശാചിനെ ഇന്ന് പകൽ ഈ കാൽപാദത്തിൽ ചവിട്ടിക്കൊള്ളണം. ജൂഡബബ രമന ശിയാന്തേനെ അൽഗപൗഡവന വൈശമന അടഗദര ഘടക ശിധീബൽ പൗഡ ശംധാരകന വൈഡമന ഹടാന ഘടക ശിയാന്തേനെ. ഹല്ലേലൂയ. അവൻ പിശാച് ചില്ലറക്കാരനല്ല കേട്ടോ. എന്നാ അവന് നമ്മളെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ വിചാരിക്കുന്നേ ആമൻ നിന്റെ വർദ്ധനവിനെ ഒന്ന് തൊട്ടാൽ നീ അവിടെ ആമൻ പൊട്ടിപ്പോകുമെന്ന്. ആമൻ. ഹല്ലേലൂയ. ആമൻ നിന്റെ വിശ്വാസത്തെ ഒന്ന് ചോദ്യം ചെയ്താൽ നീ അവിടെ ഇട്ടേച്ചു പോവെന്ന്. ഇല്ല കേട്ടോ. ആമൻ പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തന് അങ്ങനെ ഇട്ടേച്ചു പോവാൻ പറ്റത്തില്ല. കാരണം അവന് ഇതുപോലൊരു പ്രൊട്ടക്ഷൻ വേറെ എവിടെ ലോകത്ത് ചെന്നാലും കിട്ടത്തില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് പ്രശ്നത്തിന്റെ നടുവിൽ ചെന്നാലും ആമൻ അതൊക്കെ പട്ടുമെത്തയായി മാറും. പ്രൈസ് ദി ലോർഡ്. ആമൻ ഏത് കടലിനകത്ത് വീണാലും അവിടെയും സുഖകരമായ ഉറക്കം കിട്ടും. ആമൻ ഏത് തിരമാലയുടെ നടുവിലോ ആമൻ തലയിണ വെച്ച് സുഖമായി നമുക്ക് ഉറങ്ങാൻ കഴിയും. ഹല്ലേലൂയ. അതെന്തുകൊണ്ടാണെന്ന് അറിയാവോ? ആമൻ നീ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതല, ആ നിനക്ക് ചുറ്റും ഒരു കാവലുണ്ട്. ആമൻ. 91-ാം സങ്കീർത്തനം പറയുന്നു, അത്യുന്നതന്റെ മറവിൽ വസിക്കുകയോ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവർ. ആമൻ. നിനക്ക് വിരോധമായി 1000 എഴുന്നേൽക്കട്ടെ, 10,000 എഴുന്നേൽക്കട്ടെ, വലതുഭാഗത്തോ ഇടതുഭാഗത്തോ മുന്നിലോ പുറകിലോ 1000 10,000 വന്നാലോ നിന്നെ തൊടാൻ കഴിയത്തില്ല. പിശാചിനൊന്ന് കുലുക്കാൻ പറ്റുമായിരിക്കും, നിന്റെ വർദ്ധവിനെ അടയ്ക്കുവാൻ പറ്റുമായിരിക്കും. പക്ഷെ എന്റെ ദൈവം തുറന്നാലുണ്ടല്ലോ. ജൂഡവന രമന ശിയാംധനാരകൾ ഘടക ശിയാംധേനെ വൈഡമന വൈശവന ഹടക ശിയാംധേനെ അൽഗപൗഡവന. ചില അടഞ്ഞ വഴികളെ ഓർത്ത് കരയുന്ന ആരൊക്കെയോ ഇന്ന് പകൽ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. എന്റെ മകൾക്ക് വേണ്ടി അതൊന്ന് തുറക്കണമേ, എന്റെ മകന് വേണ്ടി അതൊന്ന് തുറക്കണമേ. ഇന്ന് പകല് ചില അടഞ്ഞതിനെ കർത്താവ് ഓപ്പൺ ചെയ്യുവാൻ പോകുകയാ. പിശാച് അടച്ചത്, പിശാച് കൊട്ടിയടച്ചത് ഞാൻ പറയട്ടെ, ഇന്ന് പകല് യഫദ എന്ന് പറയുമ്പോൾ ജൂഡവന രമന ശിയാംധേനേരകൾ ഘടകശി ചില അടഞ്ഞത് ഇന്ന് പകൽ തുറന്നു വരികയാ. നിന്റെ കുടുംബത്തിനകത്തേക്ക് നിന്റെ തലമുറയുടെ ഭാവിയെ ബന്ധിച്ച ആ ബന്ധനത്തെ ഇന്ന് പകല് കർത്താവ് പൊട്ടിച്ച് ആർക്കും അടയ്ക്കുവാൻ പറ്റാത്ത വാതിലിനെ ജൂഡബബ പിശാച് ഇത്രയൊക്കെ പറഞ്ഞപ്പോ ആമേൻ ഹല്ലേലൂയ ആമേൻ കർത്താവ് പറഞ്ഞൊരു മറുപടിയുണ്ട്. ആമേൻ ഹല്ലേലൂയ. തൃക്കൈ നീട്ടി ആമേൻ അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് ആമേൻ പിശാച് ആമേൻ ദൈവത്തോട് പറയുകയാണ്. ആമേൻ തൃക്കൈ നീട്ടി അവനുള്ളതൊക്കെയും ഒന്ന് തൊടുക, അവൻ നിന്നെ മുഖത്ത് നോക്കി ത്യജിച്ചു പറയുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കേട്ടതും ദൈവം ആമേൻ സാത്താനോട് പറഞ്ഞ മറുപടി ഇതാ. ആമേൻ ആമേൻ ഇവൻ ചോദിക്കുന്നതിന് മുമ്പേ ദൈവം ആമേൻ ഇയ്യോബിനുള്ളത് മുഴുവനും പിശാചിന്റെ കയ്യിൽ അങ്ങേൽപ്പിച്ചു. അങ്ങനെയെങ്കിൽ നീ ഒന്ന് കാണിച്ചിട്ട് വാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ നമ്മൾ അങ്ങനെ ആയിരിക്കണം. പിശാചിന്റെ തന്ത്രം മെനഞ്ഞു വരുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? വചനം വെച്ച് വെട്ടണം. അതിനാ പറയുന്നേ ആമേൻ ദൈവവചനം വായിക്കുക, അത് ധ്യാനിക്കുക, അത് നിന്റെ അസ്ഥികൾക്ക് ബലമാ, നാടിക്ക് ബലമാ. ആമേൻ നിനക്ക് ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ അത് കെട്ടുന്നത്, അത് സംഗ്രഹിക്കുന്നത്, അത് നിന്റെ മൈൻഡിൽ ആമേൻ ഓർമ്മ വരുന്നത് ആമേൻ ഹല്ലേലൂയ ഒരു അത്ഭുതത്തിന് വേണ്ടിയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. ദൈവം സാത്താനോട് പറഞ്ഞു ആമേൻ ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ആമേൻ ഞാൻ തരുന്നു. ആമേൻ അവന്റെ മേൽ മാത്രം ആമേൻ നീ കയ്യേറ്റം ചെയ്യരുത്. കാരണം അത് കർത്താവ് വിട്ടുകൊടുക്കത്തേയില്ല. ഇന്ന് പകൽ കഷ്ടം അനുഭവിക്കുന്ന കുടുംബങ്ങളെ നോക്കി, പ്രയാസം അനുഭവിക്കുന്ന കുടുംബങ്ങളെ നോക്കി ഞാൻ പറയട്ടെ, ആമേൻ ദൈവം ചില സമയം ആമേൻ സാത്താന്റെ കയ്യിൽ ആമേൻ ചിലതിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർത്താവ് പറയും അവന്റെ ജീവനെ തുടരുത്. ഇന്ന് പകൽ ആമേൻ ചിലരൊക്കെ നിലവിളിക്കുന്നുണ്ട്, കർത്താവേ ഇതിലൊരു മാറ്റം ഞാൻ ആഗ്രഹിക്കുന്നു,
എൻ്റെ കുടുംബത്തെ ഒന്ന് വിടുവിക്കണമേ. ഇന്ന് പകൽ നീ നിഷ്കളങ്കതയിലേക്ക് മടങ്ങി വരുവാൻ ആമേൻ നീ തയ്യാറാകുന്നുണ്ടോ? ആമേൻ നീ ദൈവഭക്തയായി മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ദോഷം വിട്ടകലുവാൻ ചില വഴികളെ ക്യാൻസൽ ചെയ്ത് ദൈവപാദപീഠത്തിൽ മുട്ടുമടക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ചില കഷ്ടത്തിൽ നിന്ന് നീ പൊന്നിനെ പോലെ പുറത്തു വരുവാൻ പോകുകയാ. ആമേൻ കീറാമുട്ടിയായി കിടക്കുന്ന ചില വിഷയങ്ങളിൽ നിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാ. അതെ, നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ, നിന്റെ തൊഴിലിനെ അർത്ഥന നന്നാകത്തില്ലെന്ന് പറയുന്നതിന് ഡീഅഡിക്ഷൻ കൊണ്ടിട്ടാലോ നന്നാവത്തില്ലെന്ന് പറയുന്നതിന്, കൗൺസിലിംഗ് ചെയ്താലോ നന്നാവത്തില്ലെന്ന് പറയുന്നതിന് എന്റെ കർത്താവ് പുറത്തു കൊണ്ടുവരുവാൻ പോകുകയാട്ടോ. ആമേൻ. ദൈവത്തിന്റെ നീതി ചില കുടുംബങ്ങൾക്കകത്ത് കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പേ വീണു തുടങ്ങിയിട്ടുണ്ട്. അസാധാരണമായ ദൈവത്തിന്റെ കരം ചില വിഷയത്തിന്മേൽ വീണാലുണ്ടല്ലോ, അവൻ അതും കൊണ്ടേ വരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം ചില കുടുംബത്തിന്റെ അകത്തോട്ടൊക്കെ ദൈവത്തിന്റെ കരത്തി അങ്ങിട്ടിട്ടുണ്ട്, ദൈവത്തിന്റെ കരം ഇട്ടിട്ടുണ്ട്. അവൻ എന്തിനാണെന്നറിയാവോ? നീ പുറത്തു വരുവാ, പ്രാർത്ഥിക്കുന്ന നീ പുറത്തു വരുവാ, നിന്റെ കുടുംബത്തെ പുറത്തു കൊണ്ടുവരുവാൻ. ചൂടപന കർത്താവ് പറഞ്ഞു, ആമേൻ, അവനെയും അവനുള്ളതെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തരാം, പക്ഷെ അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുതോ എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ സന്നിധി വിട്ട്, ആമേൻ, യഹോവയുടെ സന്നിധി വിട്ടു പോയി. ആമേൻ. പിശാച് എന്താ വിചാരിച്ചേ? ആമേൻ, കർത്താവ് പെർമിഷൻ കൊടുത്ത ഉടനെ ആമേൻ ഇയ്യോബിന്റെ ആമേൻ സകലതും നശിപ്പിച്ച്, ആമേൻ ഇയ്യോബിന്റെ വിശ്വാസം ത്യജിപ്പിച്ച്, ആമേൻ അവന്റെ അധീനതയിൽ, പിശാചിന്റെ അധീനതയിൽ ആമേൻ ഇയ്യോബിനെ താളടിയാക്കാമെന്ന്. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. എന്താ അടുത്ത് സംഭവിച്ചത്? ആമേൻ ഇയ്യോബിന്റെ ശരീരത്തിന്മേൽ പരുക്കൾ കൊണ്ട് നിറച്ചു. ആമേൻ. പിശാച് വിചാരിച്ചു, ഇവന്റെ ശരീരത്തിൽ ഈ പരുക്കൾ വരുമ്പോൾ അസഹനീയമായ വേദനയും ചൊറിച്ചിലും ഇത് പൊട്ടിയൊഴിക്കുന്നത് ആമേൻ ശരീരം മുഴുവന് ആമേൻ ആമേൻ പഴുത്ത് ഒലിച്ചിറങ്ങുമ്പോൾ ഇവൻ ദൈവത്തെ തള്ളിപ്പറയും. ഇല്ല, ആമേൻ, ഇയ്യോബിനറിയാ എൻ്റെ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഈ പരീക്ഷ എൻ്റെ ജീവിതത്തിനകത്ത് വന്നാൽ ആമേൻ എനിക്ക് എൻ്റെ ചുറ്റും ഇത്രയും നാൾ വേലി കെട്ടി സൂക്ഷിച്ച കർത്താവ് ആമേൻ ആ വേലിയെ പൊളിക്കുവാൻ അനുവദിക്കത്തില്ല. എൻ്റെ വിശ്വാസം ഒരു രോഗത്തിനും ഞാൻ അടിയറവ് പറയത്തില്ല. ഇന്ന് പകൽ എൻ്റെ ശബ്ദങ്ങൾക്ക് ആരൊക്കെയോ ചില രോഗം വന്നതുകൊണ്ട് ദൈവത്തെ പഴിക്കുന്നതുണ്ട്. ഇന്ന് പകൽ ഞാൻ പറയട്ടെ, പ്രിയ അമ്മേ, പ്രിയ സഹോദരനെ, പ്രിയ സഹോദരിയെ, നീ ജീവിച്ചിരിക്കുന്നതുണ്ടല്ലോ. ആമേൻ. ഈ പ്രായത്തില് നീ ജീവിച്ചിരിക്കുന്നതുണ്ടല്ലോ. ഈ രോഗം വന്നിട്ടും നീ ചാകാതെ, പെട്ടിക്കകത്താകാതെ ജീവനോടെ ഇരിക്കുന്നതുണ്ടല്ലോ. അത് ദൈവം നിന്നെ പ്രൊട്ടക്ട് ചെയ്തോണ്ടാ. ആമേൻ. അതുകൊണ്ട് നീ പിറുപിറുക്കരുതേ, അവിടെ നീ പരാജയപ്പെട്ടു പോകും. എന്തിന്റെയെങ്കിലും പേരിൽ നീ പിറുപിറുക്കാൻ തുടങ്ങിയോ, നീ പിശാചിന്റെ അധീനതയിലായി. ഇതെന്തിനു വന്നു എന്ന് ചോദിച്ചോ, നീ അവിടെ വീണുപോയി. പ്രൈസലോ. പിന്നെ പിശാചിനും നമുക്കും തമ്മിൽ വലിയ വ്യത്യാസമില്ല. ആ ചോദ്യം ചോദിക്കുന്ന സമയം നീ അവിടെ വെട്ടേറ്റു. പ്രൈസലോ, ഹല്ലേലൂയ. പിന്നെ നീ ആ പിശാചിന്റെ കാൽ ചുവടില്ല. ഇന്ന് പകൽ തിരിച്ചറിഞ്ഞോണ്ട് ആമേൻ ആമേൻ ഒന്ന് മനസ്സിൽ ആ ചിത്രം ഒന്ന് കൊണ്ടുവന്ന് നോക്കിയേ. ആമേൻ. ഇയ്യോബ് എന്ന് പറയുന്ന ഒരു വ്യക്തി, ആമേൻ, അവന്റെ ശരീരം മുഴുവന് ആമേൻ ചുണ്ട്, നാക്ക്, ആമേൻ ശരീരത്തിനകത്തും പുറത്തുമായി വ്രണങ്ങൾ വന്ന് പൊട്ടിയൊലിക്കുന്ന അവസ്ഥ. ആമേൻ. ഇത് ആർക്ക് മനസ്സിലാകുമെന്ന് ചോദിച്ചാൽ ക്യാൻസർ ബാധിച്ചവർക്കറിയാം. ആമേൻ. ഇത് പൊട്ടിയൊലിച്ചു വേദനിക്കുമ്പോൾ ആമേൻ നിലവിളിക്കുന്ന വിളി. ആമേൻ. ഞാൻ ചിന്തിക്കും, നമ്മളിവിടെ ചർച്ചിൽ നിൽക്കുമ്പോൾ ആമേൻ ഒരു 2-3 കിലോമീറ്ററിന് അപ്പുറത്തെ ഈ ക്യാൻസർ രോഗി നിലവിളിക്കുന്നതിന്റെ നിലവിളി കേൾക്കാം. ആമേൻ. ആമേൻ. എന്തിനു പറയുന്നു? ബേബി എൻ്റെ കൂടെ ചോദിച്ചാൽ അറിയാം. ആമേൻ. അങ്കിൾ, ആമേൻ, പണ്ട് ആമേൻ ആമേൻ ആ തൊണ്ടയുടെ ബുദ്ധിമുട്ട് കാരണം നിലവിളിച്ച നിലവിളി. ആമേൻ. പരിക്കൾ വന്ന് ഇയ്യോബിന്റെ ശരീരം മുഴുവന് വ്രണമായി പൊട്ടിയൊലിക്കുവാൻ
തുടങ്ങി. തള്ളിപ്പറയുന്നവന് വേണമെങ്കിൽ തള്ളിപ്പറയാമായിരുന്നു. പക്ഷെ അവനറിയാ എങ്കിൽ പിശാചും ഞാന് ഒരേ തട്ടിലായി പോകും. ഇന്നലെ വരെ എന്നെ വിടുവിച്ച കർത്താവ്, ഇന്നലെ വരെ ദോഷത്തിൽ നിന്ന് വിടുവിച്ച കർത്താവ്, ഇന്നലെ വരെ എനിക്ക് വർദ്ധനവ് തന്ന കർത്താവ്, ഇന്നലെ വരെ എന്റെ സകലത്തിന് ചുറ്റും എനിക്ക് വേലി കെട്ടി തന്ന കർത്താവ്, ആ കർത്താവിനെ വിട്ടൊരു ജീവിതം എനിക്ക് ഇല്ലേ ഇല്ല. അവൻ ഇനിയും എന്നെ സൂക്ഷിപ്പാൻ ശക്തനാണ്. ഈ കഷ്ടതയെ മറക്കുമാറാക്കുന്ന തരത്തിൽ, ഈ കഷ്ടതയെ എനിക്ക് മറക്കുമാറാക്കുന്ന തരത്തിൽ എന്റെ കണ്ണിൽ നിന്ന്, എന്റെ ചിന്തയിൽ നിന്ന്, എന്റെ പ്രവൃത്തിയിൽ നിന്ന് മറക്കുമാറാക്കുന്ന തരത്തിൽ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ പരുക്കൾ വന്ന് നിലവിളിക്കുമ്പോഴും യോബ് പറഞ്ഞ വാക്കിതാ, ആമേൻ, നീ എല്ലാം എടുത്തോ, പിശാച് നീ എല്ലാം കവർന്നോ, എന്റെ ആരോഗ്യത്തെ മുഴുവൻ നീ എടുത്തോ, ഞാൻ നഗ്നനായിട്ടാ വന്നേ, ഈ നഗ്നതയോടെ ഞാൻ പോകത്തുള്ളൂ, നിന്റെതൊന്നും എനിക്ക് വേണ്ട, ഈ ലോകത്തിലുള്ളതൊന്നും എനിക്ക് വേണ്ട. ഇന്ന് പകൽ ആ പ്രത്യാശ വേണം കേട്ടോ. കഷ്ടത വരുമ്പോൾ പറയണ, ഈ ലോകത്തിലുള്ളതൊന്നും എനിക്ക് വേണ്ട, ഈ ലോകത്തിൽ എന്നെ വീഴ്ത്തുന്നതൊന്നും എനിക്ക് വേണ്ട, ഈ ലോകത്തിലുള്ള ശരീരത്തെക്കാൾ എനിക്ക് രോഗമില്ലാത്ത ശരീരത്തെ തരുന്നൊരു ദൈവമുണ്ട്. ഞാൻ കരയാത്ത കണ്ണുകളെ തരുന്നൊരു ദൈവമുണ്ട്. ഒടിയാത്തതോ അസ്ഥികൾ ഒടിയാത്തതോ ചതഞ്ഞു പോകാത്തതോ, ആമേൻ, ഹല്ലേലൂയ, ഊനമില്ലാത്തതുമായത് തരുന്നൊരു ദൈവമുണ്ട്. ജൂഡബന രഗം തുനീരി ഘാനഘടക ശബ്ദനാരകൾ പ്രൗഢബന ആൽഗ പ്രൗഢബന വൈശേനഘടക ശിയാംദന. ആമേൻ. യോബിന്റെ വിശ്വാസവും അപ്പോൾ നോക്കിക്കോളേ. ആമേൻ. അവന് വസ്ത്രം പോലും ധരിക്കുവാൻ പറ്റുന്നില്ല. ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം ഇതാ. ആമേൻ. അവന് വസ്ത്രം പോലും ഇടുവാൻ പറ്റുന്നില്ല. അവന്റെ ശരീരത്തിന്റെ നഗ്നത പോലും അവന് മറയ്ക്കുവാൻ കഴിയുന്നില്ല. അത്രത്തോളം അവന്റെ ശരീരം, ആമേൻ, വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ദിവസവും, ഓരോ സെക്കൻഡും, ഓരോ മിനിറ്റും കഴിയുമ്പോൾ, ആമേൻ, ഓരോരുത്തരായി വന്ന് പറയോ, നിന്റെ ആടുമാടുകൾ പോയി, ദാസീദാസന്മാർ പോയി, ഒട്ടകങ്ങൾ പോയി, കഴുതകൾ പോയി, കുതിരകൾ പോയി, ആമേൻ, നിന്റെ ജോലിക്കാരെല്ലാവരും പോയി, പിശാച് കൊള്ളയടിച്ചോണ്ട് പോയി, സകലതും നഷ്ടപ്പെട്ടു പോയി, നിന്റെ മക്കളും പോയി, ആമേൻ, ആരുമില്ലാത്തവനായി നിൽക്കുന്നു. അപ്പോഴതാ, ആമേൻ, അടുത്തതിനെ പിശാച് തലയ്ക്ക് പിടിച്ചതാ കൊണ്ടുവരുന്നു. കൂടെ പ്രാണനോളം നിൽക്കേണ്ടവൾ, ആമേൻ, മരണത്തോളം കൂടെ സഹിച്ചു നിൽക്കേണ്ടവൾ, ആമേൻ, ഹല്ലേലൂയ, യോബിനോട് വന്ന് പറയുക, അതും ചോദ്യമാ, നിന്റെ വിശ്വാസത്തെ ത്യജിച്ചിട്ട് നിനക്കൊന്ന് ചത്തൂടെ? അവിടെയും പിശാചിന്റെ നോട്ടം എവിടെയാ? അവന്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തകർക്കുക എന്നതാണ് പിശാചിന്റെ പദ്ധതി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. യോബ്, ആമേൻ, എനിക്ക് തോന്നുന്നു അവൻ ഭക്തനായവനായതുകൊണ്ട്, ആമേൻ, ഭാര്യ അടുത്ത് വന്നപ്പോഴേ യോബ് ഒരു മുഴം നേരത്തെ എറിഞ്ഞു. ആമേൻ. ഇവളെന്തോ കുരുക്കുമായിട്ടാ വരുന്നേ. ആമേൻ. യോബിന്റെ ഹൃദയം ദൈവത്തിന്റെ വചനം കൊണ്ട് നിറച്ചു പറഞ്ഞു കാണും. ആമേൻ. ഈ പറയുന്ന കഷ്ടതയോ മറക്കുവാനുള്ള ഒരു ദൈവ കൃപ എനിക്ക് നീ തരണമേ. ഇന്ന് പകൽ ഭർത്താവ് പറഞ്ഞ ചില വാക്കുകൾ, കോപം കൊണ്ട് പറഞ്ഞ വാക്കുകൾ, ഭാര്യ കോപം കൊണ്ട് പറഞ്ഞ വാക്കുകൾ, മക്കൾ കോപം കൊണ്ട് പറഞ്ഞ വാക്കുകൾ, മരുമക്കൾ കോപം കൊണ്ട് പറഞ്ഞ വാക്കുകൾ, ആമേൻ, നിന്റെ കൊച്ചുമക്കൾ കോപം കൊണ്ട് പറഞ്ഞ വാക്കുകൾ, ചൂടവന നിന്റെ മാതാപിതാക്കൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് പകൽ മറക്കുവാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. യെസ്, അതുകൊണ്ടാണ് ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം പറഞ്ഞത്, നീ ആ കഷ്ടതയെ മറക്കുമാറാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് പകൽ അത് കാണുവാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. യോബ് അപ്പോഴും പ്രാർത്ഥിച്ചതായിരിക്കും, കർത്താവേ, എനിക്ക് തന്ന ഈ പ്രിയപ്പെട്ടവൾ അവൾ പറയുവാൻ പോകുന്ന, ആമേൻ, ഈ വിഷയത്തെയോ നീ എനിക്ക് മറക്കുമാറാക്കുവാനുള്ള കൃപ. അത് കൃപയാ, അത് കൃപയാ. ചിലത് മറക്കുവാനാക്കുന്നത് കൃപയാ, കൃപയാ. ചുടവന വൈഷമന ഹടകശിയാം തേനെ വൈഡ പ്രൗഢവനാരകൾ ശവനഘടകശി. ആമേൻ, ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ വ്യത്യസ്തമായി നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, യോബ്, ആമേൻ, ഹല്ലേലൂയ, അതിനെന്തെങ്കിലും മറുപടി പറഞ്ഞോ? യോബിന് എന്ത് പറഞ്ഞാലും യോബിന്റെ ഉള്ളിൽ വരുന്ന ചിന്ത ഇതാ, ആ കഷ്ടതയെ മറക്കുമാറാക്കുന്നത്, വെള്ളം പോലെ ഇതിനെ ഒഴുക്കിക്കളയുന്ന ഒരു ദൈവിക കൃപയ്ക്ക് വേണ്ടിയാ യോബ് കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. ഞാൻ പറയട്ടെ, ആമേൻ, ഭാര്യയും ഇട്ടേച്ചു പോയി. ആമേൻ. അവളും അവളുടെ സന്തോഷത്തിന്റെ പിന്നാലെ ഈ വ്രണം പിടിച്ച ഈ ഭർത്താവിനെ വേണ്ട എന്ന് പറഞ്ഞ് അവൾ ഇട്ടേച്ചു പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ പ്രാർത്ഥിക്കുന്ന ഭക്തന് അറിയാം, നഷ്ടം
നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയോടെ മടക്കി തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി. ഇന്ന് പകൽ നിന്റെ ഭർത്താവ് ഇട്ടിട്ട് പോയെന്ന് കരയുന്നുണ്ടോ? നിന്റെ ഭാര്യ നിന്നെ ഇട്ടേച്ചു പോയെന്ന് കരയുന്നുണ്ടോ? ഡിവോഴ്സ് കേസ് നടക്കുന്നതിനെ ഓർത്ത് നീ കരയുന്നുണ്ടോ? ഒരു പേപ്പറിനുള്ളിൽ നിന്റെ കുടുംബ ജീവിതം അവസാനിക്കുമെന്ന് നീ കരയുന്നുണ്ടോ? ചൂടവന രഗനെ രഗൽശവന അടകത രഗടകശു വൈഡപ്രൗഡവന വൈഡവന ധീബലഗടകശി. എന്റെ ദൈവം തിരിച്ചു തരുന്ന ഒരു ദൈവമാ. പിശാച് ഇന്നലെ വരെ നിന്നിൽ നിന്ന് കവരപ്പെട്ടത്, നിന്റെ തലമുറയിൽ നിന്ന് കവരപ്പെട്ടത്, ഇന്നലെ വരെയുള്ള സന്തോഷത്തിന്റെ നിമിഷങ്ങളെ പിശാച് കവരപ്പെട്ടതിനെ അവൻ മടക്കി തരുന്ന ദൈവമാ. ചൂടവന രഗന രഗൽശവന ഗടകശിയാം തേനെ അൽകന വൈശവന വൈഡന രഗൽ പ്രൗഡവന. ഹല്ലേലൂയ. നിനക്ക് മടക്കി തരുന്ന ദൈവമാ. ഇന്നലെ വരെ പിശാച് കവർന്നത്, ഇന്നലെ വരെ പിശാച് കവർന്നു കൊണ്ടുപോയ സന്തോഷം, ഇന്നലെ വരെ പിശാച് ആമേൻ കവർന്നു കൊണ്ടുപോയ നിന്റെ നന്മകളെ അവൻ മടക്കി തരുന്ന ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ മടക്കി തരുന്ന ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇതൊക്കെ പറഞ്ഞിട്ടും ഇതൊക്കെ നഷ്ടമായിട്ടും അവന്റെ നാവ് കൊണ്ട് ദൈവത്തെ തള്ളിപ്പറയുന്ന ഒരു പാപം അവന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടില്ല. ഇന്ന് പകലിൽ നീ തള്ളിപ്പറയാതെ കർത്താവിനെ ചേർത്ത് പിടിക്കുമോ? നിന്നെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഏത് നഷ്ടത്തിലോ, ഏത് തകർച്ചയിലോ, ഏത് അടഞ്ഞിരിക്കുന്ന അവസ്ഥയിലോ, ഏത് കഷ്ടതയുടെ നടുവിലോ, ഏത് രോഗത്തിന്റെ നടുവിലോ അരിമനാഥന്റെ നെഞ്ചോട് ചേർന്നിരിക്കുവാൻ നീ തയ്യാറാണെങ്കിൽ ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം. ചൂടവന രഗാന അടകശിയാംതേനെ വൈശവന വൈഡനാരകൾ പ്രൗഢവന. ഹല്ലേലൂയ. ഇന്നും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഹല്ലേലൂയ കഴിവുള്ള കർത്താവ്. ആമേൻ. ഹല്ലേലൂയ. എല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടു. ഭാര്യ നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, ആടുമാടുകൾ, മൃഗസമ്പത്തുകൾ, ദാസീദാസന്മാർ. സത്യം പറഞ്ഞ ഇയ്യോബിന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കുവാൻ ഒരു സെർവന്റ് ഇല്ല. ആമേൻ. അത്രത്തോളം ആമേൻ ഹല്ലേലൂയ ഇയ്യോബ് ആമേൻ കഷ്ടതയിലായി. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് നിർത്തിയപ്പോൾ ഇയ്യോബിന് കാല് കഴുകണമെങ്കിൽ ദാസീദാസന്മാർ താൻ ഇരിക്കുന്ന സ്ഥലത്ത് വെള്ളം കൊണ്ടുവരും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് ചിന്തിച്ചു നോക്കണം. പിശാച് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് അപ്പൊ ചിന്തിച്ചോളൂ. അവൻ സകലതും കൊള്ളയടിച്ചു കളയും കേട്ടോ. അവൻ സകലതും ആമേൻ കവർന്നു കളയോ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എല്ലാം നഷ്ടപ്പെട്ടു. ആമേൻ. സത്യം പറഞ്ഞ ഇയ്യോബിന് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അവനൊരു ഭക്ഷണം കൊടുക്കുവാൻ പോലും ആമേൻ ആരുമില്ലാത്ത അവസ്ഥയായി. അപ്പോഴും ഇയ്യോബ് പ്രാർത്ഥിച്ചത് ഇതാ, കർത്താവേ, ഈ കഷ്ടതയെ വെള്ളം പോലെ ഒഴുക്കിക്കളയുവാനോ ഈ കഷ്ടതയെ മറക്കുവാനുള്ളൊരു കൃപ എന്നെ വർദ്ധിപ്പിച്ച ദൈവം, എൻ്റെ ഭവനത്തിന് ചുറ്റും കാവൽ നിന്ന ദൈവം, ആമേൻ, എൻ്റെ ഭവനത്തിന് ചുറ്റും വേലിക്കെട്ട് നൽകിയ കർത്താവ്, എന്നെ നീ വർദ്ധിപ്പിച്ച ദൈവമാ. അങ്ങനെയെങ്കിൽ ഈ കഷ്ടതയെ മറക്കുവാനുള്ള കൃപ. ചൂടവന അഥനഘടക ശിയാംധനെ വൈശവന വൈഡ രഘാനഘടകശി അന്തർപ്രൗഢവന. ആമേൻ. ഹല്ലേലൂയ. ദൂതാകട്ടോ, ചില കഷ്ടതകളെ നീ മറക്കുവാൻ പോകുന്നു. വെള്ളം പോലെ നീ ചിലതിനെ ഒഴുക്കിക്കളയുവാൻ പോകുന്നു. ഇന്നലെ വരെ ലോകം നിന്റെ തലമുറയെ നോക്കി ശപിച്ചെന്നിരിക്കുക, രക്ഷപ്പെടത്തില്ല, രക്ഷപ്പെടത്തില്ല. അത് മനുഷ്യന്റെ വാക്ക്. എൻ്റെ ദൈവം ഒരു വ്യക്തിയെ വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയെ അവൻ വർദ്ധിപ്പിക്കും. രാജ്യങ്ങൾ കീഴടക്കും, പട്ടണങ്ങൾ പിടിച്ചടക്കും. ചൂടവന അഥനഘടക ശിയാന്തന. ഒരു ശക്തിക്ക് ആമേൻ നിന്റെ ഭാവിയെ തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ. നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നല്ല ഭവനം പണിയും, നിനക്ക് നല്ല മക്കളുണ്ടാകും. ആമേൻ. നിനക്ക് നല്ല ജോലി ഉണ്ടാകും, നിനക്ക് വർധനവുണ്ടാകും. മാനസാന്തരപ്പെടേണ്ടത് മാനസാന്തരപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ, ആമേൻ, ഹല്ലേലൂയ, ഈ കഷ്ടതയെ മറക്കുവാനുള്ള കൃപ. ഇയ്യോബ് ആ കഷ്ടത മറന്നപ്പോൾ ആമേൻ ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം ആമേൻ അതിൻ്റെ അവസാന ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആമേൻ. 42-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം 42:2 പ്രകാരം പറയുന്നു, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിൻ്റെയും അവിടെയുള്ള വിശ്വാസം കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട് ആരും കൂടെയില്ല, സ്നേഹിതനില്ല, ആരുമില്ല. അപ്പോഴും ഇയ്യോബിനറിയാം ഈ വന്ന കഷ്ടതയ്ക്ക് പിന്നിൽ
എൻ്റെ ദൈവത്തിന് ആമേൻ അസാധ്യമല്ലാത്ത എന്തൊക്കെയോ ചില വിഷയങ്ങൾക്കകത്തേക്ക് എൻ്റെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഇന്ന് പകൽ നിന്റെ മുമ്പിൽ അസാധ്യമായി നിൽക്കുന്നതിനെ എൻ്റെ കർത്താവ് സാധ്യമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. 42:12 പറയുന്നു, യഹോവ ആമേൻ ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തെക്കാൾ അധികമായി അനുഗ്രഹിച്ചു. അപ്പോ ഈ പരീക്ഷ സഹിക്കുന്ന മനുഷ്യന് പിന്നെ എന്താ നൽകുന്നത്? അധികമായി. ആമേൻ. ആമേൻ ഇയ്യോബിന് അത്രയും നാൾ നഷ്ടമാകുന്നതിനേക്കാൾ നഷ്ടപ്പെട്ടതിനേക്കാൾ അധികമായി പിശാച് ചമ്മത്തക്ക രീതിയിൽ ആമേൻ ദൈവം ഒരുക്കുന്നത്. ഈ ദൂത് കേട്ടിട്ട് ആർക്കും കൈയടിക്കണ്ടേ, അത് റിസീവ് ചെയ്യണ്ടേ. ആമേൻ പിശാച് നാണം കെട്ട് പോകുന്ന തരത്തിൽ ആമേൻ നിന്നെ അധികമായി, നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ, നിന്റെ തൊഴിലിനെ, നിന്റെ ഫൈനാൻഷ്യൽ സിസ്റ്റത്തെ അധികമായി വർദ്ധിപ്പിക്കുന്ന ദൈവം ചൂടപന അത്തനഘടകശിയാം തേനെ. ആമേൻ. കാരണം ഈ പുസ്തകം ചുമന്ന് ഇറക്കിയവരെ ആരെയും എൻ്റെ ദൈവം ലജ്ജിപ്പിച്ചിട്ടില്ല. കാരണം നിന്ന സഹിക്കുന്നുണ്ടെങ്കിൽ, കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനെയോ, ഇത് വായിച്ചിട്ടുള്ള, ഇത് നെഞ്ചിലേറ്റുന്ന, ഇത് തലയിൽ ചുമക്കുന്ന ഒരുവനെയും അവൻ ആമേൻ അനുഗ്രഹിക്കാതെ വിട്ടിട്ടില്ല. ഇന്നലെ വരെ അനുഗ്രഹം പ്രാപിച്ചില്ലെങ്കിൽ ഭക്തന്മാരെ, ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവ പൈതലെ ഞാൻ പറയട്ടെ, ആ അനുഗ്രഹത്തിന്റെ വർധനവ് നിന്റെ കുടുംബത്തിൽ വെളിപ്പെടാൻ പോകുക. യെസ്, റിസീവ് ചെയ്തോ. ആമേൻ. ഇന്നലെ വരെ ആ അധികമായ വർധനവ് നിനക്ക് പ്രാപിക്കുവാൻ കഴിഞ്ഞില്ലേ? ആ അധിക വർധനവിലേക്ക് ദൈവം നിന്നെ കാൽച്ചുവട് വയ്പ്പിക്കുവാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? കർത്താവേ ആമേൻ, നീ എന്നെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. നീ എന്നെ അധികമായി വർദ്ധിപ്പിച്ചതിനായി സ്തോത്രം. ചില മിനിറ്റുകൾ എന്ന കണ്ണുകളുടെ ചാടെ വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ. ആമേൻ. ഇന്ന് പകലും ദൈവത്തിന്റെ വചനം ഞങ്ങൾ കേട്ടു. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഞങ്ങളോട് സംസാരിച്ചു. അപ്പാ ആമേൻ, ഇവരുടെ കഷ്ടതകളെ മറക്കുവാൻ, വെള്ളം പോലെ ഒഴുക്കി കളയുവാനുള്ള ദൈവിക കൃപ ഈ ജനത്തിന് നൽകി മാനിക്കണം. നഷ്ടപ്പെട്ടതിനേക്കാൾ ആമേൻ ഇരട്ടി സന്തോഷവും അനുഗ്രഹവും ഈ ജനത്തിന് നൽകി സ്വർഗ്ഗം അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പ്രീഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രീഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും, ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.